ഇനി നമ്മൾ തമിഴ്നാട്ടിലേക്കാണ്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ തമിഴ്നാട് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. 234 മണ്ഡലങ്ങളിലായി 4834 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 38 ജില്ലകളിൽ 75,032 പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ, ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ എന്നിവർ ചെന്നൈ തേനാപെട്ട SIET കോളേജിലും, പ്രതിപക്ഷ നേതാവ് എടപ്പാടി കെ പളനിസ്വാമി എടപ്പാടിയിലും വോട്ട് ചെയ്യും. TVK അധ്യക്ഷൻ വിജയ് നീലാങ്കരയിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തും. ഉറച്ച വിജയപ്രതീക്ഷയിലാണ് DMK NDA മുന്നണികളും. വിജയുടെ TVKയും ആദിൽ പാലോടും റഹീസ് റഷീദുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദിൽ പാലോഡിലേക്ക് ആദ്യം പോവാം. ചെന്നൈ 1000 ലൈറ്റ്സ് മണ്ഡലത്തിലാണ് ആദിൽ പാലോടുള്ളത്. ആദിൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ വലിയ പ്രതീക്ഷ, ഇതുവരെ തമിഴ്നാട് കാണാത്ത തരത്തിലുള്ള വാശിയേറിയ പോരാട്ടമാണ്. ചില മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം, ചില മണ്ഡലങ്ങളിൽ ചതുഷ്കോണ മത്സരമെങ്കിലും പറയുന്നുണ്ട്. DMK ഒരു ഭരണ തുടർച്ചയാണ് ലക്ഷ്യമിടുന്നത്. AIDMKക്ക് തിരിച്ചു വന്നേ മതിയാകൂ. TVK വിജയിലൂടെ മുഖ്യമന്ത്രി പദമാണ് ലക്ഷ്യം. ഒരു വലിയൊരു അട്ടിമറി ഉണ്ടാവുമെന്ന് അവരും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ദിവസം കാണുന്ന കാഴ്ചകൾ, ഈ മുന്നണികളുടെ പ്രതീക്ഷകൾ? ഞാനിപ്പോൾ നിൽക്കുന്നത് 1000 ലൈറ്റ്സ് ചെന്നൈ നഗരത്തിലെ തന്നെ ഒരു മണ്ഡലത്തിലാണ്. ഇവിടെ DMKയും AIDMKയും നേരിട്ടുള്ള മത്സരമാണ്. ഇപ്പോൾ റിപ്പോർട്ടർ സംഘം ഉള്ളത് ഇവിടുത്തെ ചെന്നൈ നഗരസഭയുടെ ഒരു കമ്മ്യൂണിറ്റി ഹാളിലാണ്. ഇവിടെ മോക്ക് പോളുകൾ തുടങ്ങിയാണ്. ഇവിടെ വലതുവശത്ത് തന്നെ നമുക്ക് സ്ഥാനാർത്ഥികളും അവരുടെ ചിഹ്നങ്ങളും പതിപ്പിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഇവിടുത്തെ വോട്ടർമാർക്ക് ഒരു സഹായം എന്ന നിലയ്ക്കാണ് ഒന്നാം നമ്പർ തന്നെ ഏഴിലൻ നാഗനാഥൻ എന്നതാണ് DMKയുടെ ഇവിടുത്തെ സിറ്റിംഗ് MLA ആണ്. ഉദയസൂര്യൻ മത്സരിക്കുന്നു. രണ്ടാമത് മൂന്നാമത് വന്നാൽ വളർമതി B മുൻ MLA ആയിരുന്നു. 2 ചിഹ്നത്തിൽ AIDMKക്ക് മത്സരിക്കുന്നു. തൊട്ട് താഴെയായി പ്രഭാകർ എന്ന പേരും കാണാം. അത് വിസിൽ ചിഹ്നമാണ്, TVKയുടെ ചിഹ്നമാണ്. ഇതിനുള്ളിൽ ഇപ്പോൾ മോക്ക് പോൾ തുടങ്ങിയിട്ടുണ്ട്. മോക്ക് പോളിന്റെ സമയമാണ് ഇപ്പോഴെന്നുള്ളത്. അതിന്റെ നടപടിക്രമങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നതാണ്. മോക്ക് പോളുകൾ നടക്കുന്നു. അതിനുശേഷം 7 മണിക്ക് കൃത്യം വോട്ടെടുപ്പ് തുടങ്ങുന്ന വിധമാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ചെന്നൈയിലാണ് പ്രമുഖർക്കെല്ലാം വോട്ടുകൾ ഉള്ളത്. അതിൽ പ്രധാന മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനുമാണ്. ഇവർക്ക് ചെന്നൈ തേനാപെട്ട് SIET കോളേജിലാണ് വോട്ടുള്ളത്. 8:30 മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും വോട്ട് രേഖപ്പെടുത്താൻ പോളിംഗ് ബൂത്തിൽ എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. 75,032 പോളിംഗ് ബൂത്തുകളാണ് സംസ്ഥാനത്താകെ 38 ജില്ലകളിലായി സജ്ജീകരിച്ചിരിക്കുന്നത്. ആകെ വോട്ടർമാർ 5,73,00,000 പേർ ഉണ്ട് എന്നുള്ളതാണ് ഒടുവിലെ കണക്ക്. എടപ്പാടി പളനിസ്വാമി എടപ്പാടിയിൽ, അദ്ദേഹത്തിന്റെ സ്വദേശമായ എടപ്പാടിയിലാണ്, സേലം കോയമ്പത്തൂർ ഭാഗത്താണ്, അവിടെയാണ് വോട്ട് രേഖപ്പെടുത്തുക. TVK അധ്യക്ഷൻ വിജയ് നീലാങ്കരയിലെ ബൂത്തിൽ, സാധാരണഗതിയിൽ ഇനി വിജയുടെ എന്തെങ്കിലും രൂപത്തിലുള്ള മാസ് എൻട്രി ഈ വോട്ടെടുപ്പ് ദിവസം ഉണ്ടാകുമോ എന്നതറിയില്ല. കഴിഞ്ഞ തവണയൊക്കെ സൈക്കിളിൽ യാത്ര ചെയ്താണ് വീട്ടിൽ നിന്നും പോളിംഗ് ബൂത്തിലേക്ക് വിജയ് എത്തുകയും അത് വലിയ ആഘോഷമാക്കി പ്രവർത്തകരും ആരാധകർ മാറ്റുകയും ചെയ്തിരുന്നു. 5,949 എണ്ണം അതീവ സുരക്ഷാ ബൂത്തുകളാണ് തമിഴ്നാട്ടിലുള്ളത്. പോളിംഗ് ദിനത്തിലെ സുരക്ഷയ്ക്കായി 300 കമ്പനി സെൻട്രൽ ഫോഴ്സിനെ വിന്യസിച്ചിട്ടുണ്ട് എന്ന വാർത്തയുമുണ്ട്. ഏതായാലും 80,000 മുകളിൽ പോലീസുകാർ, അങ്ങനെ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി, സുരക്ഷ വേണ്ട സ്ഥലങ്ങളിൽ അതീവ സുരക്ഷയോടുകൂടിയുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് മോക്ക് പോളിന്റെ നടപടിക്രമങ്ങളാണ്. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ അവസാനിക്കും. അതിനുശേഷം 7 മണിയോടുകൂടി തന്നെ വോട്ടിംഗിലേക്ക് കടക്കുന്ന, പോളിംഗ് തുടങ്ങുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ 1000 ലൈറ്റ്സ് എന്ന മണ്ഡലത്തിൽ ആണ് ഇപ്പോഴുള്ളത്. അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ മോക്ക് പോൾ തുടരുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇത് പൂർത്തീകരിച്ച് കൃത്യമായ നടപടിക്രമങ്ങളിലേക്ക്, വോട്ടിംഗിലേക്ക്, പോളിംഗിലേക്ക് പോകും എന്നുള്ളതാണ്. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക് കന്യാകുമാരിയിലേക്ക് കൂടി പോകാം. റഹീസ് റഷീദാണ് അവിടെ നിന്നും ചേരുന്നത്. റഹീസ്, കന്യാകുമാരിയിൽ 6 മണ്ഡലങ്ങളെ സംബന്ധിച്ചും വലിയ പോരാട്ടമാണ്. പ്രത്യേകിച്ച് BJP ഒരു മുന്നേറ്റം ലക്ഷ്യമിടുന്നു. മാത്രമല്ല താരപ്രചാരകരൊക്കെ വന്ന് ഇളക്കി മറിച്ചിട്ടുള്ള ഒരു ജില്ല കൂടിയാണ്. പ്രത്യേകിച്ച് വിജയ് ആണെങ്കിലും മോദി നേരിട്ടെത്തിയും ഒക്കെ കണ്ടിട്ടുള്ള വലിയ പ്രചാരണം. അപ്പോ എന്താണ് മുന്നണികളുടെ ലക്ഷ്യം? പോളിംഗ് എപ്പോൾ തുടങ്ങും? റോഷ്നി, തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, MK സ്റ്റാലിൻ, TVKയുടെ വിജയ് അടക്കമുള്ള ആളുകൾ എത്തി ഇളക്കി മറിച്ച തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഓളമുണ്ടാക്കിയ ഒരു സ്ഥലമാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ മോക്ക് പോളിംഗിലേക്ക് കടന്നിട്ടുമുണ്ട്. ഈ നമ്മൾ നിൽക്കുന്നത് കാട്ടാത്തുറൈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്.
ഈ സ്കൂളിലെ ഈ ബൂത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ കേരളത്തിൽ ഭരിക്കുന്ന CPIM-ൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ പത്മനാഭപുരം മണ്ഡലമാണ്. പത്മനാഭപുരം മണ്ഡലത്തിൽ ഇവിടെ മറ്റൊരു പ്രത്യേകത, രണ്ട് കക്ഷികളുടെയും DMK മുന്നണിയിൽ CPM-ഉം ADMK മുന്നണിയിൽ BJP മത്സരിക്കുന്ന ഒരു സ്ഥലം. കഴിഞ്ഞ തവണ കന്യാകുമാരി മണ്ഡലത്തിൽ CPM-ന് സ്ഥാനാർത്ഥിയില്ലായിരുന്നു. ഇത്തവണ 20 വർഷമായി DMK മത്സരിക്കുന്ന, കഴിഞ്ഞ തവണ ഇപ്പോഴത്തെ സിറ്റിംഗ് മന്ത്രിയായ മനോജ് തങ്കരാജ് മത്സരിക്കുന്ന ആ മണ്ഡലം തന്നെ CPM-ന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ മോക്ക് പോളിംഗ് നടപടിക്രമങ്ങൾ നടന്നുകൊണ്ട് ഇരിക്കുന്നു. അതിൻ്റെ ഭാഗമായി മോക്ക് പോളിംഗിൻ്റെ ഒരു ഘട്ടം നടന്നു, അത് സക്സസ് ആണ് എന്നറിഞ്ഞു. അതിനുശേഷം വീണ്ടും 2-3 സ്ഥാനാർത്ഥികളുടെ മോക്ക് പോളിംഗ് വീണ്ടും നടത്തി അതിൻ്റെ റെസിപ്റ്റും മറ്റും എടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. കർശന സുരക്ഷയാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ടതിനപ്പുറം കർശന സുരക്ഷയാണ് ഇവിടെ ഓരോ സ്ഥലത്തും കാണാനുള്ളത്. കന്യാകുമാരി ജില്ലയെ സംബന്ധിച്ച് 6 മണ്ഡലത്തിൽ തമിഴ്നാട്ടിൽ കോൺഗ്രസ് ശക്തമായി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ കന്യാകുമാരി ജില്ല എന്നതുകൂടിയാണ്. വിളവങ്കോട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഒപ്പം എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ്, കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് 3 MLA-മാരുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അതായത് DMK-യിൽ ദ്രാവിഡ പാർട്ടികൾക്കപ്പുറം കോൺഗ്രസിനും BJP-ക്കും CPM-നുമൊക്കെ വളക്കൂറുള്ള ഒരു മണ്ണ് എന്നൊരു പ്രത്യേകത കൂടി കന്യാകുമാരി ജില്ലയ്ക്കുണ്ട്. ഇവിടുത്തെ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ, ഡീറ്റെയിൽസ് വയ്ക്കുമ്പോൾ നമ്മൾ അതിർത്തി പ്രദേശമാണ് പത്മനാഭപുരം. അതുകൊണ്ട് തന്നെ മലയാളത്തിലും സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. തൊട്ട് കേരളത്തിൻ്റെ അതിർത്തി എന്ന നിലയിൽ മലയാളം അറിയാവുന്ന ആളുകൾ വന്നാൽ തമിഴിനൊപ്പം മലയാളത്തിൽ കൂടി കൊടുത്തിരിക്കുന്നു. R. ചെല്ലസ്വാമിയാണ് CPM-ൻ്റെ DMK-ക്ക് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി. ഒപ്പം രമേഷ് P. ആണ് BJP-ക്ക് വേണ്ടി ഇവിടെ മത്സരിക്കുന്നത്. മൊത്തം 11 സ്ഥാനാർത്ഥികളാണ് ഇവിടെയുള്ളത്. പോളിംഗ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കാണുന്നത് പോലെ ക്യൂവോ മറ്റോ ഒരു സ്ഥലത്തും കാണുന്നില്ല. കാരണം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തുക. ഈ കേരളത്തിലെ പോലെ തന്നെ പുറത്ത് പോളിംഗ് ഏജൻറ്റുമാർ പോളിംഗ് ആളുകളെ വരുമ്പോൾ സ്ലിപ്പും മറ്റും കൊടുക്കാനുള്ള നിരവധി ആളുകളെ നമുക്ക് കാണാം. പക്ഷേ അവിടുത്തെ പോലെ ഒരു പോസ്റ്ററോ മറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ കുറച്ച് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഇത്തവണ CPM? திமுக தலைமையிலான கூட்டணி என்பது அமோக வெற்றி பெற்று 200க்கும் மேற்பட்ட சீட்டுகளை வெற்றி பெற்று ஆட்சி அமைக்க என்பதை உறுதியான ஏற்பாடுകളെ மக்கள் ആവേശമായി നിന്ന് വോട്ട് പോടിയാങ്ക. കഴിഞ്ഞ തവണ കന്യാകുമാരിയിലെ CPM-ന് സ്ഥാനാർത്ഥികളെ ഇല്ലായിരുന്നു. ഇത്തവണ ഒരെണ്ണം കിട്ടി, അത് വിജയിക്കും. അത് വിജയിക്കാം. നല്ല അമോഘ വെറ്റി പെറുകളെ വായ്പോടെ 40,000 വോട്ടുകൾ മേലെ വെറ്റി പെറുവதற்கான വായ്പകൾ என்பது അതാണ്. CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. ഇത് സിറ്റിംഗ് സീറ്റ് എന്ന നിലയിൽ, DMK-യുടെ സിറ്റിംഗ് സീറ്റ് എന്ന നിലയിൽ വിജയിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ഏറ്റവും അധികം പ്രചരണം നടന്ന, ഇപ്പോൾ ചെന്നൈ പോലെ തന്നെ പ്രചരണം നടന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ല. അതുകൊണ്ട് തന്നെ ഈ ജില്ല പിടിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനവും നടന്നു. നമുക്കറിയാം, തമിഴ്നാട്ടിൽ അപ്രതീക്ഷിതമായി TVK-യും വിജയും ഏത് തരത്തിലുള്ള മാറ്റം കൊണ്ടുവരും എന്ന് മുന്നണികൾ നോക്കുകയാണ്. DMK സംബന്ധിച്ച ഭരണ തുടർച്ച അവർ ഉറപ്പിക്കുമ്പോൾ പോലും TVK ഒരു 15% വോട്ടൊക്കെ പിടിക്കുകയാണെങ്കിൽ എന്തും സംഭവിക്കാമെന്നതാണ്. തുടർച്ചയായി ഒരു മുഖ്യമന്ത്രിക്ക് കീഴിൽ 2ാം തവണയും അധികാരത്തിൽ തമിഴ്നാട്ടിൽ വന്നിട്ടില്ല. അങ്ങനെ ഒരു അധികാര തുടർച്ചയ്ക്ക് വേണ്ടിയാണ് സ്റ്റാലിൻ ശ്രമിക്കുന്നത്. ADMK-യെ സംബന്ധിച്ച് അവർക്കൊരു സ്റ്റാർ ക്യാമ്പയിൻ ഒന്നുമില്ലായിരുന്നു. എടപ്പാടി K. പളനിസ്വാമി എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലായിരുന്നു പ്രചരണം ഉണ്ടായിരുന്നത്. BJP-ക്ക് ഇത്തവണ വളക്കൂറുള്ള മണ്ണാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കടന്നു കയറാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാടെന്ന് കാണിക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ടാണ് മോദി അടക്കമുള്ള ആളുകൾ ഇറങ്ങിയത്. ഈ നമ്മൾ നിൽക്കുന്ന പത്മനാഭപുരം മണ്ഡലവുമായി BJP-ക്ക് മറ്റൊരു ബന്ധം കൂടിയുണ്ട്. ദക്ഷിണേന്ത്യയിൽ BJP ആദ്യമായി ഒരു MLA ഉണ്ടാക്കിയ ഒരു മണ്ഡലമാണ്. ഒരു 25 വർഷം മുമ്പ് MLA ഉണ്ടാക്കിയ ഒരു മണ്ഡലമാണ് പത്മനാഭപുരം. പക്ഷേ അതിനുശേഷം DMK-യും ADMK-യും മാറി മാറി വിജയിച്ചു വന്നിരുന്നു എന്ന പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഇത് തിരിച്ചു പിടിക്കുക എന്നത് BJP-യെ സംബന്ധിച്ചും അഭിമാന പോരാട്ടമാണ്. റോഷ്നി ഷിഹാസ്. യെസ്, തമിഴകത്തെ വിധിയെഴുത്തിന്റെ വിവരങ്ങൾ ആദിൽ പാലോടും റഹീസ് റഷീദുമാണ് നൽകിയത്. തുടർന്നും നമ്മൾ മറ്റ് പല മണ്ഡലങ്ങളിലെയും പോളിംഗ് വിശദാംശങ്ങളിലേക്ക് വരും മണിക്കൂറുകളിലൊക്കെ കടക്കും.